that this is not Nagpur, this is not an RSS Shakha, this is campus. And campus is for students to discuss, debate ideas. And we will, even if he has problem, we are giving an open invitation to him to come and debate with us here. I would have loved to talk to him and debate with him. But unfortunately, the ban culture that they have, we seriously, strictly protest and condemn such kind of tactics to not let students discuss and have debates in a campus space. That's all the message we have. You all will face a lot of attacks, so many bans from the national capital, but I think it's first time in Kerala. See, when RSS is sitting on the power structures and the governors are appointing their like-minded people inside universities, it's not surprising that the university vice chancellor is putting a ban. We have fought such bans, we have protested against such bans, so this is nothing surprising. But at the same time, the students inside this campus have always maintained that history and that struggle to make sure the campus remains democratic. The campus will remain democratic with the power of the students and the unity of the students. എന്തുകൊണ്ടാണ് നിഷേധിച്ചതെന്ന് നമുക്ക് വ്യക്തമായിട്ട് കേരളത്തിലെ മതനിരപേക്ഷത വാല്യൂ ഉയർത്തിപ്പിടിക്കുന്ന മുഴുവൻ ആളുകൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. മറ്റൊന്നുമല്ല, ഈ പരിപാടി മുന്നേ അനുമതി ലഭിച്ച പരിപാടിയാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് വൈസ് ചാൻസലർ ഈ പരിപാടി ഇവിടെ നടത്താൻ വേണ്ടി പാടില്ല, ഈ പരിപാടിക്ക് അനുമതിയില്ല, കോളേജിൽ നിന്ന് ക്യാമ്പസിൽ നിന്ന് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രചരണ സാമഗ്രികളെല്ലാം പുറത്തെടുത്ത് കളയണം എന്ന് VC ഒരു ഉത്തരവിറക്കിയിട്ടുള്ളത്. അതിനകത്ത് കാരണം മറ്റൊന്നുമല്ല, ഇവിടെ പങ്കെടുക്കുന്നത് IC ഘോഷ് എന്ന് പറയുന്ന ജന്തർ മന്തർ സമരത്തിൽ ഐതിഹാസികമായ സമരം RSS ഏതെങ്കിലും ഒരു സമരത്തിന് മുന്നിൽ കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ടുള്ള ജന്തർ മന്തറിലെ ഡൽഹി സമരത്തിൻ്റെ നേതൃത്വമായിട്ടുള്ള IC ഘോഷ് പങ്കെടുത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇതിന് വിലക്ക് കൽപ്പിച്ചിട്ടുള്ളതെന്ന് ഒരു സംശയം കൂടാതെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം അതൊന്നുമല്ല, കൃത്യമായ അനുമതി 21-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഇവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ ഇവിടുത്തെ സെമിനാർ ഹാളിൽ എന്ത് പരിപാടി നടത്താനുള്ള അനുമതി ഇവിടെ വിദ്യാർത്ഥി യൂണിയൻ ലഭിച്ചതാണ്. നമ്മുടെ വിദ്യാർത്ഥി യൂണിയൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കോളേജ് കാർണിവൽ ഒരാഴ്ചയായിട്ട് നീണ്ടു നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഷീ ഫെസ്റ്റ്, വിദ്യാർത്ഥിനികൾ കൂടുതൽ പഠിക്കുന്ന ഈ ക്യാമ്പസിൽ ഷീ ഫെസ്റ്റ് SFI നടത്താൻ വേണ്ടി, ക്യാമ്പസ് യൂണിയൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. സഖാവ് IC ഘോഷ് പങ്കെടുക്കുന്നു എന്ന ഒറ്റ കാരണം നമുക്കറിയാം, കണ്ണൂർ സർവകലാശാലയിലെ തലപ്പത്തിരിക്കുന്ന VC അസൽ RSSകാരനാണ് എന്ന് ഒരു സംശയം കൂടാതെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതാണ്. അദ്ദേഹം RSSകാരൻ കസേരയിൽ ഇരിക്കാൻ വേണ്ടി പറഞ്ഞാൽ നിലത്ത് കടന്നെഴയാൻ തയ്യാറായിട്ടുള്ള ആളാണ് കണ്ണൂർ സർവകലാശാലയിലെ VC എന്ന് പറയുന്ന ആൾ എന്ന ഒരു സംശയം കൂടാതെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതിനുശേഷം മുന്നേയും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇന്നലെ ആ വിലക്ക് കണ്ണൂർ സർവകലാശാല VC ഇറക്കി. അദ്ദേഹം ഇന്ന് കാണേണ്ടത്, അദ്ദേഹം വിലക്ക് കൽപ്പിച്ച അതേ ക്ലാസ് മുറിയിൽ SFI പരിപാടി നടത്തി, അതേ ആൾ തന്നെ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് അദ്ദേഹം മനസ്സിലാക്കിയാൽ കൊള്ളാം. കാരണം ഇത് SFI എന്ന് പറയുന്ന സംഘടനയാണ്. ഇത് അദ്ദേഹം നാഗ്പൂരിലോ മറ്റ് നേരത്തെ പറഞ്ഞതുപോലെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ നടത്തുന്നതല്ല, ഇത് കണ്ണൂരാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയാൽ നല്ലതാണ് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്.